ഇതുവരെ ഇയാൾക്ക് വേണ്ടപ്പെട്ടവരാരും ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല. നിങ്ങൾ എന്തായാലും റിസപ്ഷനിലോട്ട് ചെല്ലോ. ഓക്കെ ഡോക്ടർ. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി സർ. ഇയാളെ അന്വേഷിച്ച് രാജാറാം സാറ് വരണമെങ്കിൽ അപ്പോ ഇയാൾക്കും എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിനും എന്തോ ബന്ധമുണ്ട്. അതെന്തായിരിക്കും? ഡയറി ആണെങ്കിൽ കാണുന്നുമില്ല. ഇയാൾക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇയാളിൽ നിന്ന് എന്തെങ്കിലും അറിയാമായിരുന്നു. ഇനി എന്ത് ചെയ്യും? രാജാറാം സാറ് പോയി കാണോ? രാജാറാം സാറ് പോകുന്നതിന് മുൻപ് സാറിനെ ഫോളോ ചെയ്യാം. രേഖ മാഡം പറഞ്ഞതുപോലെ ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണ്. സാറിനോടൊത്ത് വീണ്ടും ഇങ്ങനെയൊരു യാത്ര ചെയ്യാനായത് എന്റെ ഭാഗ്യമാണ് സർ. വീണ്ടും ഇങ്ങനെയൊരു ദിവസം ഉണ്ടാവുമെന്ന് ഈ സാൻഡ്ര പ്രതീക്ഷിച്ചതല്ല, അങ്ങനെ ആഗ്രഹിച്ചതുമല്ല. എനിക്കറിയാം സാറിന്റെ മനസ്സിൽ ശ്രീലക്ഷ്മിക്കുള്ള സ്ഥാനം എന്താണെന്ന്. നിങ്ങൾക്കിടയിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ശ്രീലക്ഷ്മിയോടുള്ള സാറിന്റെ സ്നേഹം ഒരു തരി പോലും കുറയില്ല എന്ന് മറ്റാരെക്കാളും എനിക്കറിയാം. ഇനി ഒരിക്കലും ചിലപ്പോ ഇങ്ങനെയൊരു യാത്ര ഞാനും സാറും തമ്മിൽ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ സാറിനോടൊത്ത് യാത്ര ചെയ്യാൻ എനിക്ക് ലഭിച്ച ഈ മൊമെന്റ് എന്നും ഓർത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോറി ഇറ്റ്സ് ഓക്കേ. ഞാൻ ശ്രദ്ധിച്ചില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടോ?
സർ, ഓ മെഷീനറിക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഇൻ ടൈം എത്തിക്കുന്നതിനായുള്ള വർക്ക്സ് ഇവിടെയാണ് നടക്കുന്നത്. ഓൾമോസ്റ്റ് 100ഓളം സ്റ്റാഫുകളെ വെച്ച് നോൺ സ്റ്റോപ്പ് ആയി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യിച്ചാലേ ഷോറൂമിന്റെ ഓപ്പണിംഗ് ദിവസം മുതൽ നമുക്ക് മെറ്റീരിയൽസ് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കും. സാൻഡ്ര, ആവശ്യമുള്ള സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്തു. ഉള്ള സ്റ്റാഫുകൾ ആരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ സർ. വാട്ട് അബൌട്ട് ദ സേഫ്റ്റി? സർ, ഇത്രയും ആളുകളെ നമ്മൾ ഒരുമിച്ച് റിക്രൂട്ട് ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ സേഫ്റ്റി സൈഡിനായിട്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഷുവർ സർ. അതൊക്കെ ഞാൻ ഫ്ലോർ മാനേജറുമായിട്ട് സംസാരിച്ച് വേണ്ടത് ചെയ്യാം സർ. ഗുഡ്. ഫ്ലോറിലെ വർക്കിംഗ് പ്രോസസ്സ് സാറിന് മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമായിരുന്നു. ഓക്കെ സാൻഡ്ര, കം ഓൺ. രാജാറാം സാർ എന്തിനായിരിക്കും ഇവിടേക്ക് വന്നത്? രാജാറാം സാർ, സാർ ഇങ്ങോട്ടാണോ വന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വന്നു അറിഞ്ഞപ്പോ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാന്ന് കരുതി. എക്സ്ക്യൂസ് മീ സാർ, നിങ്ങൾ സംസാരിക്കുക. ഞാൻ ഫ്ലോർ മാനേജറോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഓക്കെ. ഈശ്വര, എന്നെ ഇപ്പൊ ഇവിടെ വെച്ച് രവി സാർ കണ്ട സാറിന്റെ ദേഷ്യം കൂടുകയുള്ളൂ. രാജാറാം സാറ് ഇങ്ങോട്ടാ വരുന്നതെന്ന് അറിഞ്ഞതുമില്ല. പോയാലോ? അങ്ങനെ പോയാൽ ശരിയാവില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. എന്തേ രാജാറാം, പോയാലും എന്തേ? ദാമോദർ അവനെ കണ്ടോ നീ? നമ്മൾ കരുതുന്നത് പോലെ അല്ല രവി കാര്യങ്ങൾ. ദാമോദർ അവനോടൊന്ന് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അവനിപ്പോ കോമ സ്റ്റേജിലാ രവി. വാട്ട്? അതെ രവി, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ വരുന്നത്. എന്താ അവന് സംഭവിച്ചത്? എനിക്കും അത് മനസ്സിലായില്ല രവി. അന്വേഷിക്കാനുള്ള സമയവും കിട്ടിയില്ല. അവനെ അങ്ങനെ ഒരു സ്റ്റേജിൽ കണ്ടപ്പോൾ തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അതാ നിന്നോട് ഈ വിവരം പറയാൻ ഞാൻ നേരിട്ട് ധൃതിയിൽ ഇങ്ങോട്ട് വന്നത്. നമ്മൾ അവനെ സസ്പെക്ട് ചെയ്തതിനു ശേഷം അവനിങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ എന്തോ നിഗൂഢതയുണ്ട് രവി. നമ്മൾ സംശയിക്കുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. എന്താ അവന് സംഭവിച്ചെന്ന് അന്വേഷിക്കണം. അവന് സംഭവിച്ചത് ആക്സിഡന്റ് ആണോ അതോ മനഃപൂർവ്വം ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന് ഉടൻ കണ്ടുപിടിക്കണം. അയാൾ കോമ സ്റ്റേജ് മറികടന്നാലേ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. അതൊരു ലോങ് പ്രോസസ് എന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഡു വൺ തിങ് രാജ, അവന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം. അതിന് എത്ര എക്സ്പെൻസ് ആയാലും കുഴപ്പമില്ല. അവനെ ജീവനോടെ വേണം. അവന്റെ വായിൽ നിന്ന് അറിയാവുന്ന കൃത്യമായ രഹസ്യങ്ങൾ എല്ലാം അറിയണം. ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റിനെ അറേഞ്ച് ചെയ്യണം. നമുക്കറിയാനുള്ള രഹസ്യങ്ങൾ നമ്മൾ അറിയരുത് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും അവന്റെ പിന്നിലുണ്ടെങ്കിൽ അത് അവന്റെ ജീവനാപത്താണ്. ഹോസ്പിറ്റലിൽ നിന്ന് അവൻ ഇറങ്ങുമ്പോൾ റിസീവ് ചെയ്യേണ്ടത് നമ്മളായിരിക്കണം. അവൻ വേറെ ആരുടെയും കയ്യിൽ എത്തിച്ചേരാതെ നോക്കണം രാജാറാം. ശരി രവി, അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തോളാം. ചെല്ലു. യെസ് സർ. പ്ലീസ് കം സർ. രാജാറാം സാർ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഡ്രൈവർ, വേഗം വണ്ടി എടുക്ക. ഹലോ ഹലോ, ശ്രീലക്ഷ്മി മാഡം. ഹായ് സർ.
എന്താ ശ്രീലക്ഷ്മി മാഡം ഇപ്പോ ഈ വഴിക്ക്? സർ അത് വേറൊന്നുമല്ല സർ. ഞാൻ ഞാൻ ഗോഡൌൺ വിസിറ്റിന് വന്നതാ. രവി സാറിന്റെ കൂടെ വരാനിരുന്നതാ. പക്ഷേ ഓഫീസിലെത്തിയപ്പോ ലേറ്റ് ആയി പോയി. എന്നാലും എന്റെ ഡ്യൂട്ടി എനിക്ക് ചെയ്യണമല്ലോ. ആ അത് ശരിയാ, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. മാഡം പിന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗോഡൌൺ വിസിറ്റ് ചെയ്താൽ എന്തിനാ പോകുന്നത്? സർ അത് രവി സാറ് എന്നോട് അല്പം ദേഷ്യത്തിലാ. അതുകൊണ്ട് രവി സാറ് പോയതിനു ശേഷം കയറാന്ന് വിചാരിച്ചു. ശ്രീലക്ഷ്മി മാഡം ഒന്നവിടെ നിന്നേ. എന്താ രാജാറാം സർ? എന്തിനാ മാഡം ഈ നാടകം? നാടകോ? എന്ത് നാടകം? അറിയില്ല. എന്തിനാണ് മാഡം എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഞാൻ സാറിനെ ഫോളോ ചെയ്തെന്നോ? സാർ എന്താ ഈ പറയുന്നേ? മനസ്സിലായില്ല. ഒരു പെൺകുട്ടി എന്നെ ഫോളോ ചെയ്യുന്നത് പോലും മനസ്സിലാക്കാനാവാത്ത ഒരു വിഡ്ഢിയാണ് ഞാനെന്ന് ശ്രീലക്ഷ്മി മാഡം കരുതിയോ? സോറി സർ. ഈ സോറിയുടെ അർത്ഥം ഞാൻ പറഞ്ഞതാണ് ശരിയെന്നല്ലേ? എന്തിനാണ് മാഡം എന്നെ ഫോളോ ചെയ്യുന്നത്? എന്തിനാണ് മാഡം ഓഫീസിൽ എല്ലാവരോടും എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത്? ഒരു തവണ മാഡം എന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വരെ വന്നതാണ്. അന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം മാഡത്തിനോട് പറഞ്ഞതുമാണ്. എല്ലാം വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ശ്രീലക്ഷ്മി മാഡത്തിന് അറിയേണ്ടത്? അതെ സർ, മുൻപ് സർ എന്നോട് പറയാത്ത രഹസ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാനാ ഞാൻ. രവിയുടെ ജീവിതത്തിൽ ശ്രീലക്ഷ്മി അറിയേണ്ട രഹസ്യങ്ങളൊന്നുമില്ല. പിന്നെ എന്നെ ആരാണ് അപായപ്പെടുത്താൻ നോക്കുന്നത്? രവി സാറിന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയത് ആരാണ്? അവർക്ക് രവി സാറിന്റെ കഴിഞ്ഞ കാലവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്കറിയണം രാജാറാം സാർ അതൊക്കെ. അതൊക്കെ അന്വേഷിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് ശ്രീലക്ഷ്മി മാഡം. അതിനാണ് മാസാമാസം ഞാൻ ശമ്പളം ഒപ്പിട്ട് വാങ്ങുന്നത്. മാത്രമല്ല, ഇത്ര ഭാരിച്ച കാര്യങ്ങളൊന്നും മാഡം അന്വേഷിക്കാൻ നിൽക്കണ്ട. പഴയ പോലെ അല്ല ശ്രീലക്ഷ്മി മാഡം. ഇപ്പോ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് മാഡം ഒരു ഭാര്യയാണ്, മരുമകളാണ്, ഏട്ടത്തി അമ്മയാണ്. അതിന്റെയൊക്കെ പക്വത മാഡം കാണിക്കണം. അതിനെല്ലാം അപ്പുറം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രവി മനസ്സ് തുറന്ന് സന്തോഷിച്ചത് ശ്രീലക്ഷ്മി മാഡത്തിനെ പ്രണയിച്ചതിന് ശേഷമാണ്. ആ ശ്രീലക്ഷ്മി മാഡം തന്നെ രവി വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഭൂതകാലത്തിന്റെ വിഷമിക്കുന്ന ഓർമ്മകളിലേക്ക് വീണ്ടും രവിയെ തള്ളി വിടരുത് ശ്രീലക്ഷ്മി മാഡം. മനസ്സിലായോ? മനസ്സിലായി സർ. ചെല്ലു. രാജാറാം സർ, സർ പ്ലീസ് എന്റെ ഒരു ചോദ്യത്തിനോട് ഉത്തരം തരാമോ? സർ, ആശുപത്രിയിൽ കിടക്കുന്ന ആ ഭ്രാന്തനും രവി സാറുമായിട്ട് എന്താ ബന്ധം? രവി സാറിന്റെ കഴിഞ്ഞകാല ജീവിതവുമായി അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്ലീസ് ഗെറ്റ് ഇറ്റ്. കയറാൻ. ഡ്രൈവർ, വണ്ടി എടുക്ക്.
മാഡം നോ. എന്താ സാന്ദ്ര ഇത്? മാഡം അത് ചോദിച്ചതിന്റെ മറുപടി അത് മാത്രം ഇങ്ങോട്ട് പറഞ്ഞാ മതി. മാഡം ശരിക്കും എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ വന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഫോട്ടോ അബദ്ധത്തിൽ സംഭവിച്ചതായി അല്ലേ? ഇപ്പോഴും ബ്രദർ ലോയെ മനസ്സിൽ വെച്ചോണ്ടാ നീ നടക്കുന്നത് അല്ലേ? അയ്യോ മാഡം എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയും ഇല്ല എനിക്ക്. ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോ തെറ്റിദ്ധരിച്ചെന്നോ? നീ നിന്നെ ന്യായീകരിക്കുവാണോ? മാഡം പ്ലീസ് ഞാനൊന്ന് പറയട്ടെ എന്താ ശരിക്കും സംഭവിച്ചെന്ന് വെച്ചാ. സോറി ഞാൻ വിശ്വസിച്ചു. നിന്റെ ഈ കള്ളക്കഥ കേട്ടാലേ മാതൃലോയെ പോലുള്ളവർ വിശ്വസിച്ചേക്കും. ഇതേ ആള് വേറെയാ. നിനക്കിനിയും എന്നെ മനസ്സിലായിട്ടില്ല സാന്ദ്ര. ശരി, നീ പറഞ്ഞത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അബദ്ധത്തിൽ ക്ലിക്ക് ആയതാണെങ്കിൽ നീ എന്തേ അത് ഡിലീറ്റ് ചെയ്തില്ല? എന്തിനു ഫോണിൽ തന്നെ ഈ ഫോട്ടോ സൂക്ഷിച്ചു? നീ പറയണ്ട, എനിക്കറിയാം എന്താ കാര്യമെന്ന്. നല്ല ഒരു അവസരം വരുമ്പോ ഈ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാം. ഇതല്ലായിരുന്നു നിന്റെ ഉദ്ദേശം. അയ്യോ മാഡം ഞാനങ്ങനെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇല്ലേ? പിന്നെ ഞാൻ അകത്തോട്ട് കയറി വന്നപ്പോ കണ്ടോണ്ടിരുന്ന സ്വപ്നം എന്താണെന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ശ്രീലക്ഷ്മിയുടെ മുന്നിൽ ഒന്ന് ജയിച്ചു കാണിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ കാര്യങ്ങൾ ഇത്ര കൊണ്ടെത്തിച്ചല്ലോ. ഞാനും ശ്രീലക്ഷ്മിയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് മുതലെടുത്ത് നീ ഇറങ്ങണ്ട. വാ, ഇറങ്ങി വാ. ഇവിടെയുള്ള എല്ലാവരും കാണട്ടെ നിന്റെ ഈ സ്വഭാവം. അല്ലെങ്കിൽ വേണ്ട, ഞാനായിട്ട് തന്നെ എല്ലാവരെയും വിളിച്ചു വരുത്താം. എല്ലാവരും. മാഡം മാഡം പ്ലീസ് മാഡം മാഡം പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. അതെ, ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. ആവശ്യമില്ലാത്ത വൃത്തികേട് കാണിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു. ഇവിടുത്തെ വൈസ് പ്രസിഡന്റിന്റെ സ്വഭാവം ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ട് വരാം. അപ്പോഴേക്കും നീ എടുക്കാൻ എന്തൊക്കെയാന്ന് വെച്ചാ എടുത്തോ. എന്നിട്ട് ഇന്ന് ഈ നിമിഷം ഇറങ്ങിക്കോണോ ഇവിടുന്ന്. കൈയെടുക്ക. കൈ എടുക്കാനാ പറഞ്ഞത്. എന്താ ചന്ദ്ര, പേടിച്ചു പോയോ താൻ? എന്നാ താൻ പേടിക്കണ്ട. ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനപ്പുറവും ഞാൻ സാന്ദ്രയെ ഫയർ ചെയ്യണം. പക്ഷേ ഞാൻ ഇപ്പൊ അതല്ല ചെയ്യാൻ പോകുന്നത്. തോളിൽ തട്ടി അഭിനന്ദിക്കാന്